അപ്പോൾ വന്നോ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാലോ. അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കുറേ ആയി ഒരു ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്നിവിടെ റെഡ് അലേർട്ടാണ്, പക്ഷേ സ്കൂളില്ല, നല്ല വെയിലാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്പെഷ്യലായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ആക്കാൻ പോകാൻ കേട്ടോ. നമുക്ക് വേഗം തന്നെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി കുളമാക്കുന്നില്ല. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഞാനൊരു 2 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. പിന്നെ ഇത് നമുക്ക് പേസ്റ്റ് ആക്കാൻ വേണ്ട സാധനം കേട്ടോ. ഇത് നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ചെമ്മീൻ ബിരിയാണി അല്ല കേട്ടോ, കുറച്ചൊരു മാറ്റമുണ്ടേ. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ ചെമ്മീൻ കാണുമ്പോൾ കുറച്ചുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. എനിക്കും പിന്നെ എൻ്റെ മകൾക്കും മാത്രം മതി. ബാക്കി ചെമ്മീൻ ഞാൻ കുറച്ച് കറിയും കൂടെ വെക്കാമെന്ന് വെച്ചു. എൻ്റെ സ്പെഷ്യൽ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടെ ഞാൻ നമുക്ക് ആദ്യം ഉണ്ടല്ലോ ഈ ചെമ്മീനില്ലേ, ഈ ചെമ്മീൻ ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനെ എടുത്തിട്ട് നമുക്ക് ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുഞ്ഞി ചെമ്മീനാണ് കേട്ടോ. ഈ ചെമ്മീൻ ഉണ്ടല്ലോ നന്നായിട്ട് മൊരിങ്കിയോ അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഒരു ഭാഗം നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് അപ്പുറത്തെ ഭാഗം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം അത്ര മതി കേട്ടോ. നമ്മൾ നന്നായിട്ട് പൊരിച്ചെടുക്കൂലേ, അങ്ങനെ വേണ്ട കേട്ടോ. ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം. ഇനി ഞാൻ കറി ഉണ്ടാക്കാൻ പോവുകയാണേ. കുറച്ച് ചെമ്മീൻ ഞാൻ കുറച്ച് കറിയാക്കാനും കുറച്ച് മാത്രം എനിക്കും രുക്കുനും വേണ്ടി മാത്രം ബിരിയാണി ആക്കാനും കൂടിയാണ് വെച്ചത്. അപ്പോൾ ഞാൻ കറിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഇഞ്ചി, തക്കാളി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ തക്കാളിനെ നന്നായിട്ട് വാട്ടിയെടുക്കും. ഇനി നമുക്ക് ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കാം കേട്ടോ. ഞാനൊരു മിക്സിൻ്റെ ജാർ എടുക്കുന്നു, അതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഇടുന്നു, പിന്നെ 4 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് പുതിന, കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, കുറച്ച് തേങ്ങ, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ. അതിപ്പോൾ ഞാൻ 2 ആൾക്കാർക്ക് മാത്രമേ വെക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. അപ്പം ഞാൻ കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് മാത്രം പിന്നെ വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് കറി ഒന്ന് സെറ്റാക്കി എടുക്കാവേ. ഞാൻ നേരത്തെ കറിയിൽ നന്നായിട്ട് തക്കാളിയൊക്കെ വാട്ടിയെടുത്തല്ലോ. ഇനി ഞാൻ അതിലേക്ക് ചെമ്മീൻ നന്നായിട്ട് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വെള്ളമൊന്നും ഒഴിക്കാതെ ആ ചെമ്മീനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് അവിടെ ഒരു 5 മിനിറ്റ് ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് പോവാം. ഞാൻ ചെറിയൊരു ചട്ടി എടുത്തു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ്. എന്നാൽ പിന്നെ നമുക്ക് ഭയങ്കര ഇങ്ങനെ ഒരു കുത്തൽ ഫീൽ ചെയ്യില്ല. എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ടു. നമ്മുടെ ബിരിയാണിക്ക് സാധാരണ ഇടുന്ന സാധനങ്ങളാണല്ലോ, അതൊക്കെ സെയിം തന്നെ കേട്ടോ. എന്നിട്ട് ഞാനിതിലേക്ക് 2 തക്കാളി ഇട്ടു. അതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റി ആ ഒരു ചെറിയൊരു ബ്രൗൺ കളറാവില്ലേ, അങ്ങനെ വഴറ്റിയെടുക്കണേ. കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതപ്പോഴത്തേക്ക് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ കറിയിലേക്കുണ്ടല്ലോ തേങ്ങ അരച്ച് പാരാന്ന് വിചാരിച്ചു. ഞാൻ കറിയിൽ പിന്നെ തേങ്ങ അരച്ച് പാരുമുണ്ടല്ലോ, അതിൽ ഞാൻ വേറെ ഒന്നും ചേർക്കില്ല. തേങ്ങയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വേണമെങ്കിൽ കറിവേപ്പിലയെ മാത്രം ഇട്ടിട്ട് അരച്ചതാണ് കേട്ടോ. വേറെ ജീരകമോ പുളിയോ തൈരോ ഒന്നും ഇട്ടിട്ടില്ല. വെറും തേങ്ങ, കുറച്ച് 2 ഇല കറിവേപ്പില, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി. നമുക്കത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതിനെ കൊണ്ട് അതും കൂടെ കുറച്ച് അത്യാവശ്യം നല്ല പുളി അതിനെക്കൊണ്ട് വേഗം തന്നെ നല്ല പുളി കിട്ടും. അതിനെക്കൊണ്ട് കുറച്ചേ ഒഴിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ അതും കൂടി വെച്ച് നന്നായിട്ട് തിള വരുന്ന വരെ നമുക്കത് അവിടെ വെക്കാം. ഇനി നമ്മുടെ ബിരിയാണിയിലേക്ക് നമ്മൾ ഉള്ളി ഏകദേശം വഴഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ മസാലയിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒന്നും ചേർക്കുന്നില്ല എന്ന് വെച്ചാൽ വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല.
വെറും ഈ പച്ച മസാല മാത്രമാണ് കേട്ടോ നമ്മുടെ ഈ ബിരിയാണീൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇനി ആ പച്ചമണം പോയതിന് ശേഷം ഞാൻ ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുത്തു. നമ്മുടെ കറി ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിൽ പരിപാടിയൊന്നുമില്ല, ചെറിങ്ങനെ വേണമെങ്കിൽ ഒന്ന് വെളിച്ചെണ്ണ ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് മൂടി വെക്കാം. പിന്നെ നമ്മളെ ഈ മസാലയിലേക്ക്, ബിരിയാണി മസാലയിൽ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വേറെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, മുളക് പൊടി ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ പൊരിക്കുന്ന ചെമ്മീനിലാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ട് മാത്രമാണ് പൊരിച്ചിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കതിലേക്ക് ഗരം മസാലയും കൂടെ ഇട്ടതിന് ശേഷം നമ്മുടെ ഈ പൊരിച്ച് വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളുണ്ടല്ലോ നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള, ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ള ബസുമതി റൈസാണ് എടുക്കുന്നത്. നമ്മളെ സാധാരണ നമ്മുടെ ബിരിയാണി അരിയില്ല, അതല്ല, ബസുമതി റൈസായിട്ട് കൊടുക്കുന്നത്. ഞാൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി ആ മസാലയൊക്കെ ആ അരിയിലേക്ക് കൂടെ മിക്സ് ആകുന്ന രീതിയിലേക്ക് ആക്കി. ഞാൻ വേറെ നാരങ്ങ നീരോ അങ്ങനെയൊന്നും ഒറ്റിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ പിന്നെ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലാണ് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, പകരം നമ്മൾ തേങ്ങാപ്പാലിൽ മാത്രമാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. തേങ്ങാപ്പാലെന്ന് വെച്ചാൽ കട്ടി തേങ്ങാപ്പാലില്ല, രണ്ടാം പാലിൻ്റെ അല്ലെങ്കിൽ ഒരു മൂന്നാം പാലിൻ്റെ ഒക്കെ ഒരു പരുവത്തിലുള്ള തേങ്ങാപ്പാലാണ്. അതിന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ബസുമതി റൈസിൻ്റെ വെള്ളം എന്ന് പറയുന്നത്, ബസുമതി റൈസ് മുങ്ങി 1 ഇഞ്ച് കൂടുതൽ ഉള്ള വെള്ളമാണ് എപ്പോഴും എടുക്കേണ്ടത്. അപ്പം കുറച്ച് 1 ഇഞ്ച് കൂടുതലുള്ള നിൽക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ്, ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കണ്ടാൽ നമ്മുടെ അരിയൊക്കെ നല്ലോണം വേറെ ആയിട്ട് കിടക്കുന്നുണ്ട്. നല്ല മണവും ഒടുക്കത്തെ ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇപ്പം ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയല്ലേ ഉണ്ടാക്കൽ. ഇപ്പം മസാലയാക്കി ആ മസാല ചെമ്മീൻ ഇങ്ങനെ വെന്ത്, അല്ലെങ്കിൽ പൊരിച്ച ചെമ്മീനിട്ട് ആ മസാലേൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മൾ തലശ്ശേരി ബിരിയാണീൻ്റെ ആ ഒരു പരുവത്തിൽ തന്നെയല്ലേ ആക്കൽ. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതൊരു രക്ഷയും ഇല്ല ഗൈസ്. അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര എന്താ ഇത്ര ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആ തേങ്ങാപ്പാലൊക്കെ ഇല്ലേ, തേങ്ങാപ്പാലിൻ അങ്ങനെ അരിയിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഉണ്ടായ ടേസ്റ്റ്. പിന്നെ നമ്മൾ അരച്ച പച്ച മസാല ഉണ്ടല്ലോ, നമ്മൾ ചെറിയ ഉള്ളി എല്ലാം കൂടി ഇട്ടിട്ട് അരച്ചിട്ടില്ലേ, അതിൻ്റെ ടേസ്റ്റ്, അതെല്ലാം കൂടി ആയപ്പം നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ഇതെല്ലാം കൂടി ആയപ്പം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും ഇത് കണ്ടോ, ചോറൊക്കെ നല്ലോണം വിട്ട് നിൽക്കുന്നുണ്ട്, പറ്റിപ്പോയിട്ടൊന്നുമില്ല. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. മസ്റ്റ് ട്രൈ ആണേ, അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും സൂപ്പറാണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.